ഭാരതീയ സംസ്കാരത്തിന്റെ ഏകസത്തയാണ് ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നതെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ഗോക്കടവ് ശിവപുരം ശിവക്ഷേത്രത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക ആധ്യാത്മിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഗോവ ഗവർണർ. കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഗവർണർ ക്ഷേത്രത്തിലെത്തിയത്. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഭാരതത്തിന്റെ ആത്മീയ സത്തയാണ് ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നതെന്നും എല്ലാവരും ഒന്നാണെന്ന ഭൗതിക സത്യമാണ് ഇതിന്റെ പിന്നിലെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഗോക്കടവ് ശിവപുരം ക്ഷേത്രത്തിലെ സാംസ്കാരിക ആധ്യാത്മിക സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ചൈതന്യമാണ് ക്ഷേത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗിൽ അബ്ദുൽ ലത്തീഫ് സബ്സനി മണിയൂരും ഫാദർ തോമസ് ചിന്താർ മനയിലുമൊക്കെ പൂജനീയ സ്വാമിജിയോടൊപ്പം പങ്കെടുക്കുന്ന ഈ മുഹൂർത്തത്തെ ഞാനൊരു ചരിത്ര മുഹൂർത്തമായി കാണുകയാണ്. മനോഹരമായൊരു സായാഹ്നം. വിശ്വാസികൾ ഒത്തൊരുമിച്ച് കൂടി എല്ലാം ഈശ്വര സങ്കല്പത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണമാണ് വാസ്തവത്തിൽ നമ്മുടെ നാടിൻ്റെ മഹത്തായ ചരിത്രത്തിൻ്റെ അടിവേരുകളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരമകാർമ്മികനായ ദൈവമെന്ന് അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഖത്തീബ് പറയുമ്പോൾ ആ പരമകാർമ്മികനിൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ചരാചരങ്ങളും പെടുകയാണ്. അത് തന്നെയാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്. ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര ആശ്രിതങ്ങളാണ്. ആത്മീയ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാൻ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഇടനീർ മഠാധിപതി സംപൂജ്യസ്വാമി ശ്രീ ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആഘോഷ കമ്മിറ്റി കൺവീനർ TV മനു സ്വാഗതം പറഞ്ഞു. മുഴുവൻ ഭക്തജനങ്ങളുടെയും ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ആരംഭ ദിനമാണ് ഇന്ന്. വർഷങ്ങളായി പുരാതന കാലത്തെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ എന്നുള്ളത് ഈ ഗ്രാമവാസികളുടെ മുഴുവൻ അഭിലാഷമായിരുന്നു. ആ അഭിലാഷം ഈ വരുന്ന 22-ാം തീയതി പൂർത്തിയാവുകയാണ്. ക്ഷേത്രം പ്രസിഡന്റ് TK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ട്രഷറർ VS രാമസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ രക്ഷാധികാരി അജിത് വർമ്മരാജ, തിരുമേനി സെന്റ് ആന്റണീസ് ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ തോമസ് ചിന്താർ മനയിൽ, കൊല്ലാട ജുമാ മസ്ജിദ് ഖത്തീബ് എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രം സെക്രട്ടറി പ്രമോദ് ചന്ദ്രമംഗലം നന്ദി പറഞ്ഞു. കനത്ത പോലീസ് സുരക്ഷയോടെയാണ് ഗോവ ഗവർണർ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം ഗേറ്റിൽ ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ച ഗവർണർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് സാംസ്കാരിക വേദിയിലെത്തിയത്. പെരിങ്ങോം CRPF-ലെ ജവാന്മാരും ചെറുപുഴ പെരിങ്ങോം പോലീസും ചേർന്നാണ് ഗവർണർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത്. നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ. നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് 3D പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക്, ചെറുപുഴ. ഫോൺ 9400557109 960 560 5041.